إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يرثني ويرث آل يعقوب واجعله ربي رضيا ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും കൽപ്പനകളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിം സമൂഹം വിവിധ തരത്തിലുള്ള വിഷയങ്ങളെ കൊണ്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും മുസ്ലിം എന്നതൊരു വിഷയം തന്നെയായി രൂപപ്പെട്ടു വരികയാണ്. മുമ്പത് നമ്മളിവിടെ കടന്നു വന്നവരാണ് എന്ന നിലക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കയറി വന്നവർ ഇവിടുന്ന് പോകേണ്ടവരാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ മാത്രമായിരുന്നു മുഴങ്ങിക്കേട്ടിരുന്നത് എങ്കിൽ ഇന്ന് മുസ്ലിങ്ങളുടെ സമീപനവും മുസ്ലിങ്ങളുടെ ഇടപെടലുകളും മുസ്ലിങ്ങളുടെ വസ്ത്രവും ഭക്ഷണവും വേഷവും ഒക്കെ എന്തിലൊക്കെയാണോ ആവശ്യമാവും അതുപോലെ തന്നെ അനാവശ്യപരമായ ചർച്ചകളിലേക്കൊക്കെ മുസ്ലിം എന്ന ഐഡന്റിറ്റി വലിച്ചെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരാഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിലാവട്ടെ, മറ്റുള്ളവരുടെ എന്തെങ്കിലും വിഷയങ്ങളാവട്ടെ, അങ്ങനെ ഒരു വിഷയം വന്നാൽ അതിൽ മുസ്ലിങ്ങളുടെ നിലപാട് എന്താണ് എന്ന നിലക്കൊക്കെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആഗോളീകരണ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന നിലക്ക് ഇത്തരം ചർച്ചകളും സമീപനങ്ങളും വിഷയങ്ങളുമൊക്കെ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളിലും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ വ്യാപകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പഴയ പാരമ്പര്യം മുറുകെ പിടിച്ചിങ്ങനെ പോരുന്നുണ്ടാവും. പക്ഷേ വരുന്ന തലമുറ, ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ അവിടെ നിന്നൊക്കെ പിടുത്തം വിട്ട് വേറൊരു ദിശയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ മാനസികമായ വ്യവഹാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് പഴയ തലമുറയുടെ ഭാഗമായി ജീവിക്കുന്നവരും
ഇപ്പോൾ പുതിയ തലമുറയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയും ഒക്കെ ഒരുപോലെ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. ഇപ്പോൾ പഴയ ചില പിടിവാശികളിൽ നമ്മൾ ഇങ്ങനെ പോകൂ എന്ന് പറഞ്ഞു പോയാൽ നമ്മുടെ പുതിയ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം അത്തരം ചർച്ചകളും അത്തരം ആരോഗ്യകരമായ ഇടപെടലുകളും ഒന്നും സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനാവശ്യമായ തരത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ചില സമീപനങ്ങൾ എന്താണ്, മുസ്ലിം ഐഡന്റിറ്റി എന്താണ്, മുസ്ലിങ്ങളുടെ നയം എന്താണ്, മുസ്ലിങ്ങളുടെ വിശ്വാസ രീതി എന്താണ്, എത്രത്തോളം ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നതുണ്ട്, ചിലതൊക്കെ ഏതാണ് ഹലാൽ ഏതാണ് ഹറാം എന്ന നിലക്കുള്ള പരിധികൾ എന്താണ് എന്നതൊക്കെ പുതിയ തലമുറയെ പ്രത്യേകിച്ചും നമ്മൾ നിരന്തരമായി ബോധ്യപ്പെടുത്തി അവരെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, മുസ്ലിം കുടുംബങ്ങളിലെ വിശ്വാസപരമായ കാര്യങ്ങൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് എന്നതിൻ്റെ ഗൗരവം കുറഞ്ഞു വരുന്നു. സ്വന്തം ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഇതൊന്നും അത്ര വലിയ വിഷയമല്ല എന്ന നിലക്ക് ചില കാര്യങ്ങൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും തിരുത്തി ബോധ്യപ്പെടുത്തി കൊടുത്താൽ തന്നെ അത് ബോധ്യപ്പെടുത്തുന്നതിനപ്പുറത്ത് അതിനെയൊക്കെ ചോദ്യം ചെയ്യുകയും അതിനെ വിമർശിക്കുകയും അതിനെ കൂടുതൽ നിരൂപണം ചെയ്യുകയും എന്നിട്ട് തൻ്റെതായ ഒരു തീരുമാനമെടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇസ്ലാം എവിടെ നിൽക്കുന്നു എന്ന കാര്യത്തെ കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ ഗൗരവം കുറഞ്ഞു വരുന്നു. കുടുംബ ബന്ധങ്ങളിൽ നോക്കൂ, കുടുംബ ബന്ധങ്ങളിൽ പുതിയ തലമുറയിൽ വിവാഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വധൂവരന്മാർക്കിടയിൽ ധാരാളമായി അനിഷ്ടങ്ങൾ പെരുകുന്നു, ത്വലാഖുകൾ വർദ്ധിക്കുന്നു, കുടുംബങ്ങൾ തമ്മിലുള്ള കണ്ണികൾ അകന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം കുടുംബങ്ങൾ എങ്ങനെയാകണം, മുസ്ലിം വ്യക്തികൾ തമ്മിൽ എങ്ങനെയാകണം, ഇഖ്വാൻ പരസ്പരം സഹോദരങ്ങളാകണം എന്ന് പഠിപ്പിച്ചെടുത്തു നിന്ന് നമ്മൾ പരസ്പരം അകന്നകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ദീനിന്റെ കുറവ് കൊണ്ടാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം മാറുന്നത് കൊണ്ടാണ്. നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കേണ്ട ആ വലിയ സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നം അതിൽ വിള്ളലുകൾ സംഭവിക്കുന്നതുകൊണ്ടാണ്. അതാണ് നമ്മുടെ വലിയ ലക്ഷ്യമായി മാറുന്നത് എങ്കിൽ ഇതിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനും ചിലതൊക്കെ സഹിക്കാനും പൊറുക്കാനൊക്കെ നമുക്ക് സാധിക്കും. ദീന് പറഞ്ഞിടത്തേക്ക് നമുക്ക് തിരിച്ചു നടക്കാൻ കഴിയുമെന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലെ ധാർമ്മിക രംഗം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ യുവാക്കൾ, ചെറുപ്പക്കാർ ഒരുപാട് നന്മകളിൽ അവരുണ്ട്. പക്ഷെ അതുപോലെ തന്നെ തിന്മകളിലും വ്യാപൃതമായി അവരുണ്ട് എന്നതാണ്. നന്മയും തിന്മയും ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പിടിച്ചാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിൽ 5 വക്തിന് അവരുണ്ട്. പക്ഷേ പലരും ലഹരി നുണഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ മദ്യപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രണയത്തിന്റെ വഴിമാറി സഞ്ചരിക്കുന്ന ജീവിതത്തിൽ പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആണും പെണ്ണുമുള്ള സൗഹൃദത്തിന്റെ ലഹരി അനുഭവിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ട്. അവർക്ക് നിസ്കാരമുണ്ട്. അതേപോലെ രാത്രിയും പകലും എന്നില്ലാതെ അവരുടെ ഫോണുകൾ ഈ സൗഹൃദത്തിന്റെ ലഹരി എന്ന നിലക്ക് അനാവശ്യമായ ഹറാമായ രീതിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പരസ്പരം ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ തിരിച്ച് എന്താണ് ദീന്, എവിടെയാണ് നമ്മുടെ അതിർത്തി, എന്താണ് മകനെ മകളെ നമ്മുടെ പാരമ്പര്യം, ദീൻ എന്താണ് എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ഖുത്ബയിൽ അവർക്ക് കിട്ടുന്ന നസീഹത്ത് കൊണ്ട് അത് മതിയാകുമെന്ന് തോന്നുന്നില്ല. മദ്രസകളിൽ അതുണ്ടാകണം. മദ്രസകൾ കഴിഞ്ഞ കുട്ടികൾക്ക്, ആണിനും പെണ്ണിനും ഒക്കെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതിന് ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദൻ വല്ലാഖിബതു ലിൽ മുത്തഖീൻ. ഖുർആൻ പറയുന്നു, തിൽക്കദ്ദാറുൽ ആഖിറ, നാളെ പടച്ച റബ്ബിന്റെ അടുക്കൽ ആഖിറത്ത്, പരലോകത്ത് സ്വർഗീയ ഭവനം ലഭിക്കുന്നത് അതാർക്കാണ്? നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി. ഭൂമിയിൽ ഇങ്ങനെ ഔന്നിത്യം നടിച്ച് ഇവിടെ വലിയ ആളായി നടന്നാ പോരാ, അവർക്കുള്ളതല്ല അത്. വലാ ഫസാദൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കണവർക്കുള്ളതല്ല. ഭൂമിയിൽ ഫിത്ന ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക, അത് ചെറിയ അംശം മുതൽ അതിന്റെ വലിയ ലെവൽ വരെ ഉണ്ടാവും. അതിന്റെ ചെറിയ കണ്ണി പോലും ആകാതിരിക്കാൻ ശ്രമിക്കാം. അവർക്കുള്ളതാണ് സ്വർഗം. വലാഖിബതുൽ മുത്തഖീൻ, തഖ്വയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങളായി സ്വീകരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയവർക്കുള്ളവർ എന്താണ് ആ പര്യവസാനം, അതിന്റെ കൃത്യമായ ആ അവസാനം അവർക്കുള്ളതാണ്, സ്വർഗം അവർക്കുള്ളതാണ് എന്നത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് ഒരു മുത്തഖിയായി വളർത്തിയെടുക്കാൻ, നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?
ഒരു മഹലിലെ മുഴുവൻ തലമുറയും അതിനോട് ഒട്ടി ജീവിക്കുന്നവരാക്കി എടുക്കാൻ സംഘാടകർക്ക് സാധിക്കുന്നുണ്ടോ? ഇവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾക്ക് ഇവർക്ക് മാതൃകയായി മാറാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒത്തുപിടിച്ചാലേ ഈ ഒരു ഉമ്മത്തിന്റെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും ഒക്കെ നിലനിർത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മുടെ കൊടിയിൽ നിന്നുപോകും, മുദ്രാവാക്യങ്ങളിൽ നിന്നുപോകും, പ്രസംഗങ്ങളിൽ നിന്നുപോകും. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അതൊരിക്കലും ഒരു സ്വാധീനം ചെലുത്താതെ പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്ന സന്ദർഭത്തിൽ മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. നമ്മളൊക്കെ മക്കളൊക്കെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് പറയും, നിനക്കുള്ളത് ഞാൻ ആ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്, ഇന്ന വസിയത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ സ്ഥലത്തിന്റെ ആധാരം ഇന്ന സ്ഥലത്തുണ്ട്, അനക്ക് ഇന്ന ഏക്കർ ഇന്ന സ്ഥലം ഇന്ന പറമ്പിന്റെ എത്ര സെന്റ് തന്നിട്ടുണ്ട്, ഇന്നതൊക്കെ ഇന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനാണ് പലപ്പോഴും വസിയത്തായിട്ട് നമ്മൾ പറയാറുള്ളത്. പക്ഷെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളൊക്കെ വിളിച്ചു കൂട്ടി. എന്നിട്ട് ആധാരത്തിന്റെയും സ്ഥലത്തിന്റെയും കിട്ടാനുള്ള കൊടുക്കാനുള്ള കടമൊന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് ഖുർആനിൽ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ നീ എവിടെ ഉണ്ടായിരുന്നോ? റസൂലുള്ളാഹിയല്ലോ. അന്നത്തെ ആ സാഹചര്യം, ചരിത്രം ഖുർആൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ കുടുംബം ഈ കാര്യത്തിൽ, ഈ പറഞ്ഞ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. ചോദ്യം അതാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ മക്കളെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മാ തഅബുദൂന മിൻ ബഅദി. എന്റെ മക്കളെ, ഞാനിതാ മരണപ്പെടാൻ പോവുകയാണ്, എന്റെ കാലം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ മരണപ്പെട്ടാൽ ആരെയാണ് വിളിച്ചാരാധിക്കുക? ആരെയാണ് റബ്ബായി സ്വീകരിക്കുക? ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക? ഇബാദത്ത് ആരോടാണ് ചെയ്യുക? ഇതാ ചോദ്യം. മക്കൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ തോന്നിയമാതിരി ജീവിക്കുന്നു, ഭയപ്പെടണോ? ബാപ്പണ് മരിച്ചു കിട്ടിയാൽ മതി, എനിക്ക് തോന്നിയമാതിരി ജീവിക്കാം എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട്. ബാപ്പണ് മരിച്ചാൽ അതൊക്കെ കൈക്കലാക്കാന്ന് വിചാരിച്ച് നിൽക്കുന്ന മക്കളുണ്ട്, മരുമക്കളുണ്ട്. നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്നവരില്ലേ? അങ്ങനെ എത്രയോ അനുഭവങ്ങളും വാർത്തകളും നമ്മൾ വായിക്കുന്നില്ലേ? പക്ഷേ വിശ്വാസരംഗത്ത് എൻ്റെ മക്കൾ ഏത് പാതയിൽ പിന്തുടർന്നു പോകുമെന്ന് ഭയപ്പാടും ആശങ്കയും നിറഞ്ഞ സമയം, ഒരു ബാപ്പ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് മക്കളെ ഈ ആദർശം കൈവിടരുത്. ദീന് വളരെ പ്രധാനമാണ്. റബ്ബിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, റബ്ബിനോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു രക്ഷിതാവിന്റെ മാതൃക പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമുക്ക് ആ രീതിയിലേക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ, അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? നഅബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹം വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. കൃത്യമാണ് അവരുടെ ഉത്തരം. മക്കളെ തന്റെ ആദർശ ബാന്ധാവിൽ കൈപിടിച്ച് നടത്തിയ ഒരു പിതാവിന് ആശ്വസിക്ക മരിക്കുമ്പോ നാളെ സ്വർഗത്തിൽ എന്റെ മക്കളോടൊപ്പം അവിടെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന തരത്തിൽ മക്കളെ വാർത്തെടുത്തു എന്നതിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൺകുളിർമയോടെ മരിക്കാൻ സാധിച്ചു എന്നതാണ്. എന്താണ് പറഞ്ഞത്? നഅബുദു ഇലാഹക, ബാപ്പ നിങ്ങൾ ആരെയാണോ ആരാധിച്ചത്, ആരെയാണോ ഇലാഹായി സ്വീകരിച്ചത് അവരെ ഞങ്ങൾ ആരാധിക്കും. മാത്രമല്ല വഇലാഹ ആബായിക ഇബ്രാഹീം വഇസ്മാഈല വഇസ്ഹാഖ, താങ്കളുടെ പൂർവ്വ പിതാക്കന്മാർ ഇസ്മായിലും ഇബ്രാഹിം ഇസ്ഹാഖും അലൈഹി സ്വലാത്തു വസ്സലാം അവരൊക്കെ ആരെയാണോ വിളിച്ച് പ്രാർത്ഥിച്ചത്, ആരോടാണോ സഹായം തേടിയത്, ആരെയാണോ ആരാധിച്ചത് അവരെയാണ് ഞങ്ങൾ ആരാധിക്കുക. മാത്രമല്ല ഇലാഹൻ വാഹിദ, ഏക ഇലാഹാണ് അവൻ, അവനെ ഞങ്ങൾ ആരാധിക്കും. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളായി തന്നെ മരണപ്പെടും, ജീവിക്കും എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ മക്കൾ ഉറപ്പ് നൽകുന്നത്. അവർക്കുള്ളതാണ് പ്രിയപ്പെട്ടവരെ തിൽക ദാറുൽ ആഖിറ, ആ പരലോകത്ത് സ്വർഗീയമായ ഭവനം എന്ന് പറയുന്നത്. മക്കൾ അതാണ് പറഞ്ഞത്. പാരമ്പര്യം, നമ്മുടെയൊക്കെ തറവാടിന്റെയും കുടുംബത്തിന്റെയും സ്വത്തിന്റെയും ഇത്തരത്ര ദുനിയാവിൽ ഒഴിവ് നടിച്ചതിന്റെയും ഒക്കെ പാരമ്പര്യം അവകാശപ്പെട്ട പോരാ, നമ്മുടെ ദീനിന്റെ പാരമ്പര്യം കൂടി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. മുസ്ലിം ആവുക, നമ്മുടെ മക്കളെ മുസ്ലിങ്ങളാക്കുക, അതിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന രൂപത്തിൽ അവളെ വളർത്തിയെടുക്കുക എന്നത് കൃത്യമായി നമ്മളെ അടുക്കൽ ബോധ്യമുണ്ടാകണം. നോക്കൂ, രണ്ട് മക്കളെ പറ്റി സൂറത്തു അഹ്ഖാഫിൽ പറയുന്നുണ്ട്. രണ്ട് മക്കളെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ കുറച്ചും കൂടി ഒന്ന് അടുത്തേക്കും, ഇവിടെയൊക്കെ ഗ്യാപ്പുണ്ട്, ഒന്ന് അടുത്തിരുന്നാൽ കുറേ ആളുകൾ പുറത്ത് പ്രയാസപ്പെടുന്നുണ്ട്, അവർക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് അടുത്തേക്ക് കയറിയിരിക്കാൻ പറ്റും. സൊഫ് പള്ളിയിൽ വരുന്നവർ മുമ്പിലെ സൊഫ് പൂർത്തിയാക്കിയിരിക്കാൻ പരമാവധി ശ്രമിക്കുക. യാത്രക്കാർ കുറേ ആളുകൾ നമ്മുടെ പള്ളി ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
യാത്രക്കാരാണെങ്കിലും നേരത്തെ വന്നവർക്ക് മുമ്പിൽ ഇരിക്കുക. കാരണം നമ്മുടെ സൈഡിലൊക്കെ ഡോറുള്ളതുകൊണ്ട് പോകാൻ പ്രയാസപ്പെടേണ്ടി വരില്ല. വരുന്നവരൊക്കെ ഒന്ന് സൊഫൊക്കെ ഒന്ന് കയറിയിരുന്ന് അടുത്തടുത്തിരുന്ന് പരസ്പരം ഒന്നുകൂടി സഹകരിച്ചാൽ കുറേ ആളുകൾക്ക് തന്നെ താഴത്തെ പള്ളിയിൽ തന്നെ സൗകര്യപ്പെടുത്താൻ പറ്റും. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂചിപ്പിച്ചത് സൂറത്തുൽ അഹ്കാഫിൽ 2 മക്കളെ പറ്റി പറയുന്നുണ്ട്. അതിൽ എവിടെയാണ് നമ്മുടെ മക്കൾ ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. രക്ഷിതാക്കളായവരുണ്ടാവും, അവർ മുമ്പ് കുറേ ആൾക്കാരുടെ മക്കളായിരുന്നല്ലോ. നമ്മൾ ആ രൂപത്തിലാണോ പോണത് എന്ന് നമ്മൾ ആലോചിക്കുക. അത് നമ്മൾ ആലോചിച്ച് ജീവിതത്തിൽ എന്ത് നിലപാടാണ് നമ്മൾ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എടുക്കേണ്ടത് എന്ന് രൂപീകരിക്കുക. ഖുർആൻ പറയണം, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നു. മാതാപിതാക്കളെ നല്ലൽക്ക് നോക്കണം, നല്ലൽക്ക് അവരോട് വർത്തിക്കണം എന്ന് മക്കളോട്, മനുഷ്യനോട് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് കാരണം പറഞ്ഞു അവിടെ, ഹമലതുഹു ഉമ്മുഹു കുർഹ, അവന്റെ മാതാവ് അവനെ പ്രയാസപ്പെട്ടാണ് ഗർഭം ധരിച്ചത്. വവദഅതുഹു കുർഹ, അവനെ വളരെ പ്രയാസപ്പെട്ടാണ് പ്രസവിച്ചിട്ടുള്ളത്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ, അവനെ 30 മാസത്തോളം അവന്റെ ഗർഭകാലവും മുലകടി നിർത്തലും കൂടി ഇത്ര കാലയളവ് അവന് വേണ്ടി സഹിച്ചിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന, അപ്പൊ അങ്ങനെ അവൻ ജനിച്ചു, ഇവിടെ വളർന്നു, പൂർണ്ണ ശക്തി പ്രാപിച്ചു, അവന്റെ മസിലൊക്കെ വളർന്ന് ഓടാനും ചാടാനൊക്കെ ആയി. അവനൊരു നല്ല പ്രായപൂർത്തിയായ ഒരു മനുഷ്യനായി, നല്ലൊരു യുവാവായി, നല്ലൊരു യുവതിയായി, പക്വതയുള്ളവനായി, ഏകദേശം ഒരു 40 വയസ്സൊക്കെ ആയി. അപ്പൊക്കെ എന്താണ് അവന്റെ ചിന്ത? മക്കളുടെ ചിന്ത എന്താ ഉണ്ടാവേണ്ടത്? ഉമ്മനെ തള്ളി പറയലാണോ? ഇമ്മനെ ആട്ടി പുറത്താക്കലാണോ? ബാപ്പനെ ചീത്ത വിളിക്കലാണോ? അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അവരെ ഒന്നുമല്ലാതാക്കി തീർക്കലാണോ? അവരൊക്കെ മറന്നുപോകലാണോ? അവർ ഇത്രകാലം സഹിച്ചതും ക്ഷമിച്ചതും സേവനം ചെയ്തതും തന്നെ വളർത്തി വലുതാക്കിയതുമായ കാര്യം അവഗണിച്ചു പോകലാണോ? കയറി വന്ന പെണ്ണിന്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഇവരൊക്കെ തള്ളിപ്പറഞ്ഞു പോകുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മുസ്ലിം എങ്ങനെയാണ്? നല്ലൊരു പ്രായവും പക്വതയുള്ള യുവാവ് എങ്ങനെ ആവണം? യുവതി എങ്ങനെയാണ്? ഖുർആൻ പറഞ്ഞു, നല്ലൊരു മുഅ്മിനായ മനുഷ്യൻ എന്താ ചെയ്യുക? ഖാല റബ്ബി, അവൻ പ്രാർത്ഥിക്കും റബ്ബിനോട്. ഖാല, അവൻ പറയും, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അവൻ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളാകണം എന്നാ പറഞ്ഞു. ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിനൊക്കെ നന്ദി കാണിക്കാൻ പറ്റുന്ന രൂപത്തിൽ എനിക്ക് നീ പ്രചോദനം നൽകണേ പടച്ചോനെ. എനിക്ക് നീ ആരോഗ്യം നൽകണേ, എന്റെ ചിന്ത അങ്ങനാകണേ, എന്റെ ആലോചന അങ്ങനാകണേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണേന്നാ. എന്റെ മാതാപിതാക്കൾക്ക് എനിക്ക് നന്ദി ചെയ്യണം, ഈ ചെയ്തതിനൊക്കെ നന്ദി ചെയ്യണം. എത്ര കഷ്ടപ്പെട്ടാണ് അവർ നമ്മളെ ചെറുപ്പകാലങ്ങളിൽ വളർത്തി വലുതാക്കിയത്. ഈ നന്ദിയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ തൃപ്തി പരുത്തും ആവശ്യപ്പെട്ടിട്ടാണ് അവരതൊക്കെ ചെയ്തത്. നമുക്ക് ജന്മം നൽകി, ജീവിതം നൽകി, വളർത്തി വലുതാക്കിയതൊക്കെ. പക്ഷേ നമുക്കൊരു ബാധ്യത ഉണ്ട്, അവർക്കിതൊക്കെ തിരിച്ചു കൊടുക്കണം. അതിന് പടച്ചോനെ എന്റെ മനസ്സിൽ നീ തോന്നിപ്പിക്കണേ, എനിക്ക് നീ അതിന് ആവേശം നൽകണേ, ആരോഗ്യം നൽകണേ, പ്രചോദനം നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. മാത്രമല്ല, അള്ളാഹു ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിനൊക്കെ നന്ദി ചെയ്തു കൊടുക്കാനും പറ്റണം. കഴിഞ്ഞില്ല, ഖുർആൻ പറഞ്ഞു അവന്റെ മറ്റൊരു പ്രത്യേകത, وأن أعمل صالحا ترضى وأن أعمل صالحا ترضى وأصلح لي في ذريتي إني تبت إليك وإني من المسلمين وأن أعمل صالحا. എന്റെ ജീവിതം അവിടെ കൊണ്ട് തീർന്നാ പോരാ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം. ആ സൽക്കർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? എനിക്ക് തോന്നണമൊക്കെ സൽക്കർമ്മമായിരിക്കും ചിലപ്പോ, പക്ഷെ തർല്ലാഹു പടച്ചോനെ നിനക്ക് നിന്റെ തൃപ്തി കിട്ടുന്ന സൽക്കർമ്മമായിരിക്കണം. അങ്ങനെ ഒരുപാട് പണി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇബാദത്തുണ്ട്, മുആമലാത്തുണ്ട്, അതുപോലെ തന്നെ അമാലി സ്വാലിഹാത്തുകളുണ്ട്. ഇതൊക്കെ അള്ളാഹിനെ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ എനിക്ക് നീ ആവേശം പകരണേ, പ്രചോദനം നൽകണേ. നമ്മൾ ദുആ ചെയ്യണം, പടച്ചോനെ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് നീ ആഫിയത്തും നല്ല ആലോചനയും കരുത്തും ഒക്കെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കും, എന്റെ തലമുറ വളർന്നു വരുന്നുണ്ട്, എന്റെയും മക്കള് വളർന്നു വരുന്നുണ്ട്, അവരൊക്കെ പടച്ചോനെ എനിക്ക് നന്മ ഉണ്ടാക്കി തരുന്ന രൂപത്തിലാകണേ. അതൊരു നല്ല ഒരു യുവാവിന്റെ, യുവതിയുടെ പ്രാർത്ഥനയായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ നിലക്ക് നമ്മുടെ വയസ്സ് 30-40 പിന്നിട്ടു, നമ്മുടെ മക്കൾ അടിയിൽ വളർന്നു വരുന്നുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? ഒരു മുസ്ലിം എന്ന നിലക്ക് പടച്ചോൻ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വളർന്നു വരുന്ന മക്കളെ എനിക്ക് നന്മ ചെയ്യുന്നവരാക്കി വളർത്താൻ
അവർക്ക് ആവശ്യമായ പരിശീലനം നിരന്തരമായി നമ്മൾ എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നീ തുബ്തു ഇലൈക്, പടച്ചോനെ ഞാൻ നിന്നോട് തൗബ ചെയ്യുന്നു, വഇന്നീ മിനൽ മുസ്ലിമീൻ, എല്ലാം നിന്നിൽ സമർപ്പിച്ച് നിനക്ക് കീഴ്പ്പെട്ട് ഞാൻ ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെയാണ് എൻ്റെ ജീവിതം എന്ന് ഖുർആൻ ഒരു മകനെ പറ്റി, ഒരു മകളെ പറ്റി, 40 വയസ്സ് പ്രായം തികഞ്ഞ ഒരു പക്വമായ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ പറ്റി പറയാൻ. ആ നിലക്ക് നമുക്കത് സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. എത്ര മക്കൾക്ക് അതിന് സാധിച്ചിട്ടുണ്ട്? നമ്മളൊക്കെ പലരുടെയും മക്കളാണല്ലോ. എത്ര പേർക്ക് അത് സാധിച്ചിട്ടുണ്ട്? ദീനീ വിഷയങ്ങളിൽ കൺകുളിർമയോടുകൂടിയുള്ള ഒരു സമീപനം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക, അതാണ് ഒരു വിശ്വാസപരമായ കുടുംബം, ധാർമ്മികപരമായ കുടുംബം എന്ന് പറയുന്നത്. നോക്കൂ, അവരെ പറ്റി ഖുർആൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുന്ന, അല്ലാഹു സ്വീകരിക്കും. ഇങ്ങനെയുള്ള ഒരാളുടെ അടുക്കൽ നിന്ന് അല്ലാഹു സ്വീകരിക്കും. വനതജാവസു അൻ സയ്യിആതിഹിം, ഇങ്ങനെയൊക്കെ ഒരു പ്രതിജ്ഞ എടുത്ത് ഒരു ശ്രദ്ധ കാണിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി പോകുന്നവന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയാലോ അല്ലാഹു തആല അത് വിട്ടുവീഴ്ച ചെയ്തു തരുന്ന ഇതിനും വലുത് എന്താ വേണ്ടത്? നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ അബദ്ധം കൊണ്ട് സംഭവിച്ചു പോകുന്ന പോരായ്മകൾ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. ഫീ അസ്ഹാബിൽ ജന്ന ബഅദ സിദ്ഖിൽ ലദീ കാനൂ യുഅദൂൻ, അവർ സ്വർഗ്ഗത്തിന്റെ അവകാശികളാകും. അല്ലാഹു തആല വാഗ്ദാനം, സത്യസന്ധമായി അല്ലാഹുവിന്റെ വാഗ്ദാനം പുലരും. അല്ലാഹു നേരത്തെ പ്രഖ്യാപിച്ചതാണത്. അത് കിട്ടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ വളരാൻ, വളർത്തിയെടുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കുക. മറ്റൊരു മകനെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ശേഷം പറയുന്നത് വല്ലദീ ഖാല ലിവാലിദൈഹി, ചില മക്കളുണ്ട്, അവര് മാതാപിതാക്കളോട് പറയും ഉഫ്ഫിൽ ലക്കുമാ, ഉഫ്ഫിൽ ലക്കുമാ, ഛേ എന്തൊരു കഷ്ടാണത്, നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ, നിങ്ങൾ വല്ലാത്തൊരു ഇടങ്ങേറായി പോയി, വല്ലാത്ത മുസീബത്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങളൊരു പ്രശ്നക്കാരൻ തന്നെയാണ് എന്ന നിലക്ക് ഒരു നിഷേധപരമായ, അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്ന മക്കളുണ്ടാകും. അവരോട് ദീന് പറഞ്ഞു കൊടുത്താൽ, മോനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുത്താൽ, മോനെ നാളെ പരലോകത്ത് നാളെ നമ്മളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കും എന്ന് പറഞ്ഞു കൊടുത്താൽ, സ്വർഗവും നരകമുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ ചോദിക്കും എന്ത് പോയത്താണ് നിങ്ങൾ പറയുന്നത്? ഏയ് മരണത്തിന് ശേഷം ഒന്നും ഉണ്ടാവില്ല, ഞാൻ തോന്നിയമാതിരി ജീവിച്ചോളാം, ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടോളാം എന്നുള്ള നിലക്ക് ബാപ്പയോടും ഉമ്മയോടും സംസാരിക്കും. എന്നിട്ട് ന്യായം പറയും. വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബലി, എത്ര തലമുറ കഴിഞ്ഞു പോയി വാപ്പ, എത്ര തലമുറ ഇവിടെ മരിച്ചുപോയി ഉമ്മ, ഇതൊക്കെ ഇവിടെ ജീവിച്ചു വന്നിട്ടാ എന്നൊക്കെ അവൻ ന്യായം പറയുന്നതാണ്. നോക്കൂ, അവര് ആ മാതാപിതാക്കൾ, കണ്ണീർ കലർന്ന മാതാപിതാക്കൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കും, സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവർ അള്ളാഹുവിനോട് സഹായം തേടി പ്രാർത്ഥിക്കും. എന്നിട്ട് പറയും വൈലക്, മോനെ നാശാണ് എന്നെ കാത്തിരിക്കുന്നത്, നിനക്ക് നാശമുണ്ടാകും. ആമീൻ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാന്റെ കരാറാണ് കേട്ടോ, ഇത് സത്യസന്ധമായി പുലരും, നീ വിശ്വസിക്കട, നാളെ പരലോകമുണ്ട് എന്ന് നീ വിശ്വസിക്ക്. ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, പാപ്പാ ഉമ്മ ഇതൊക്കെ വെറും ബഡായിയാണ്, ഇതൊക്കെ ആരോ ഉണ്ടാക്കിയ കെട്ടുകഥയാണ്, ആരോ പൂർവ്വകാലത്ത് എഴുതിണ്ടാക്കിയ കഥയാണ്, സ്വർഗവും നരകമൊക്കെ നാളെ ജീവിക്കുമെന്നൊക്കെ. ഇവിടെ ഈ ലോകം എന്ന് പറഞ്ഞാൽ അത് അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ളതാണ് എന്ന നിലക്ക് ഇതൊരു കെട്ടുകഥയാണ് എന്നവർ പറയുമെന്നാണ് പ്രിയപ്പെട്ടവരെ. ഇതൊരു മകനെ കുറിച്ച് പരിചയപ്പെടുത്താൻ. വേറെ നേരത്തെ പറഞ്ഞൊരു മകനുണ്ട്. നമ്മളുടെ മക്കൾ എവിടെയുണ്ട്, നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഖുർആൻ പറഞ്ഞു ഇന്നഹും കാനൂ ഖാസിരീൻ, ഇങ്ങനെയുള്ളവരൊക്കെ നഷ്ടത്തിൽപ്പെട്ടു പോകുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകാതിരിക്കാൻ എന്ത് മുൻകരുതലാണ് നമ്മൾ ചെയ്തത്, നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം നമ്മൾ ആലോചിക്കുക. അതുപോലെ തന്നെ അതിൽ നമ്മുടെ മക്കൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം പകരേണ്ട ഒരുപാട് പാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരു സഹോദരൻ, നല്ല മുജാഹിദ് കുടുംബത്തിൽ വളർന്ന മക്കളാണ്, സംഘടനാ പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടവരാണ്. പക്ഷെ അവർ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിന് പോയതാണ്. പക്ഷെ അവിടെ ആരുമില്ല, കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ ആരുമില്ല. പാപ്പയും കുടുംബമൊക്കെ നല്ല ദീനി തറവാട്ടപ്പെട്ടവരാണ്. പക്ഷേ ജീവിതത്തിൽ അവരുടെ ഈ ദീനി പാഠങ്ങൾ എങ്ങനെ പരിപോഷിപ്പിച്ചു കൊടുക്കാൻ സംവിധാനം ഉണ്ടായില്ല. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും. നിസ്കാരം നഷ്ടപ്പെട്ടു, നോമ്പുകൾ നഷ്ടപ്പെട്ടു, അള്ളാഹിനെ കുറിച്ചുള്ള പേടി നഷ്ടപ്പെട്ടു, ലഹരിയും കള്ളും കഞ്ചാവും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ജീവിതം അങ്ങനെ നശിച്ചു പോവാണ്. അതിനുശേഷം അവിടേക്ക് ചെന്ന വളരെ സജീവരായ നമ്മുടെ ഇസ്ലാഹി രംഗത്തെ ഒരു പ്രവർത്തകൻ അവരുടെ ഇടയ്ക്ക് ചെല്ലുകയും ഈ കാഴ്ച കാണുകയും ചെയ്തുകൊണ്ടാണ് അവരെ മാറ്റിയെടുക്കാനും അവരെ കൂട്ടിപ്പിടിക്കാനും
അവരിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാനൊക്കെ സാധിച്ചത്. നമ്മുടെ മക്കളെയും നമ്മുടെ വളർന്ന തലമുറയൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിച്ചത് ഇതെപ്പോഴെങ്കിലും കൊടുത്താൽ പോരാ, ഇടക്കിടക്ക് ഇത് ഓർമ്മിപ്പിക്കണം. ഫദക്കിർ ഇന്ന ഫഅതി ദിക്റ, എപ്പോഴും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. ക്ലാസ് ഉണ്ടാവണം, ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകണം, ആയത്തുകൾ അവരുടെ മനസ്സിൽ കൊടുക്കണം, ഹദീസിന്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ അനുഭൂതികൾ അവർക്കിടയിലുണ്ട്. അതിൽ നിന്നൊക്കെ അതിനേക്കാൾ ആസ്വാദനം കിട്ടുന്ന തരത്തിലേക്ക് ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും അധ്യാപനങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയണം. അതിന് നമ്മൾ സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വിചാരിക്കും, പ്രിയപ്പെട്ടവരെ, ഇത് ഈ ഇപ്പൊ കുറെ പ്രശ്നങ്ങൾക്കിടയിൽ ജീവിക്കുമോ നമ്മൾ ആലോചിക്കും, അതിലൊക്കെ നമ്മൾ മക്കൾ പോകേണ്ടതില്ല, നമ്മൾ ആലോചിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ നിന്നുപോയാൽ ഈ നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ രൂപത്തിലാണ് പോവുക. ഒരു നൂലിഴന്റെ വ്യത്യാസത്തിലാണ് ഇതിങ്ങനെ പോകേണ്ടത്. നമ്മളറിയില്ല. നമ്മുടെ മക്കൾ ഇങ്ങനെ വളർന്ന് വലുതാണ്, നമ്മൾ മാത്രം ഇങ്ങനെ അറിയും. നമ്മളിവിടെ പള്ളി വരുന്നുണ്ടാവും, ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഇവിടെ നമ്മൾ സജീവമായിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതിങ്ങനെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവും, നമ്മളറിയില്ല. ഇതൊരു നെറ്റ്വർക്കിൽ കുടുക്കിയിട്ട് കൃത്യമായി പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു മഹലിന്റെ കെട്ടുറപ്പോട് കൂടി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു 5-10 വർഷം കൊണ്ട് ഈ ആദർശം ഏറ്റെടുക്കാൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾ മരിക്കുമ്പോൾ കൈമാറിയ ആദർശം ഉണ്ടല്ലോ, ദീനുണ്ടല്ലോ, അത് ഏറ്റെടുക്കാൻ മക്കൾ ഉണ്ടാവില്ല. ഇതൊക്കെ പോയത്തപ്പണിയാണ് ബാപ്പ, ഇതൊക്കെ ആരുണ്ടാക്കിയ ബഡായി കഥയാണെന്ന് പറയുന്ന മക്കള് നമ്മുടെ തലമുറയിലുണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തല്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനേക്കാളും ഒക്കെ ആസ്വാദനം കിട്ടുന്ന ഒരുപാട് മേഖലയിൽ നമ്മുടെ തലമുറ, നമ്മുടെ മഹലിൽപ്പെട്ട കുട്ടികൾ വരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഖേദകരമായ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഗൗരവത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, മക്കൾ നഷ്ടപ്പെടും. ഒരു സംശയവും അതിൽ ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടില്ല. 5 വർഷത്തെ ഒരു കാലപരിധിക്കുള്ളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അത്രമാത്രം ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നത്, സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ മുൻകരുതൽ കുടുംബങ്ങളിലും മഹലിലും ഒക്കെ ഉണ്ടാകണം എന്നാണ് ഈ ഖുതുബയിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണ സന്ദർഭത്തിൽ മക്കൾക്ക് നമ്മൾ പകർന്ന് കൊടുക്കേണ്ട വിശ്വാസ വിശുദ്ധി എന്താണ് എന്നത് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന പാഠമാണ് ഖുർആൻ നമുക്ക് കൈമാറുന്നത്. 2 മക്കളുടെ ഉദാഹരണവും വിശദീകരിച്ചു. ഇതിലെവിടെയാണ് നമ്മളുടെ സ്റ്റാറ്റസ് ഉള്ളത് എന്ന് നമ്മൾ കൃത്യമായി നോക്കുക. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മക്കളില്ലാതെ പ്രയാസപ്പെട്ടു. നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മക്കളെ, എന്തിനാണ് എനിക്ക് മക്കളെ കിട്ടേണ്ടത് എന്നതിൻ്റെ ലക്ഷ്യമായി അദ്ദേഹം ചോദിച്ചത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ മക്കള്? സ്വത്തൊക്കെ അന്യാധീനപ്പെട്ടു പോവോ എന്നാലോചിച്ചിട്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ഒരു മകന് വേണ്ടി, ഒരു തലമുറ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. അതൊക്കെ സ്വത്തും വിഷയമൊക്കെ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ദീനിൽ അതിനൊന്നും പ്രാധാന്യമില്ല എന്നല്ല സൂചിപ്പിച്ചത്. പക്ഷെ ചില മർമ്മപ്രധാനമായ വിഷയങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടിട്ട് ഈ സ്വത്തും കൂമ്പാരൊന്നും മക്കൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ദീന് കിട്ടാതെ മക്കൾക്ക് നമ്മൾ നഷ്ടപ്പെടുത്തി പോകുന്ന, വിട്ടേച്ചു പോകുന്ന സ്വത്ത് കൈമാറിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. യാക്കൂബ് നബി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നിടത്ത് കാണാം, എരിസുനി, അവൻ എനിക്ക് അനന്തരാവകാശിയായിരിക്കും. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിട്ടേച്ചു പോയ ആദർശം ഉണ്ടല്ലോ, അവർക്കും അനന്തരായിരിക്കും. അതിൻ്റെയൊക്കെ അനന്തരം ഏറ്റെടുക്കും, ആദർശത്തിന്റെ അനന്തരം ഏറ്റെടുക്കും, വിശ്വാസത്തിന്റെ തനിമ കാക്കും. മാത്രമല്ല വജഅൽഹു റബ്ബി റദിയ, പടച്ചോനെ അവൻ എല്ലാവർക്കും തൃപ്തിപ്പെട്ടവനായിരിക്കും, എല്ലാവർക്കും തൃപ്തിപ്പെട്ടവനായിരിക്കും. യഥാർത്ഥ മുസ്ലിമായി അവനെ ഞാൻ വളർത്തിയെടുക്കുമെന്ന പ്രതിജ്ഞയാണ്. മകൻ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം പറക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു കുട്ടിക്ക് വേണ്ടി നിയ്യത്ത് നോക്കിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിയ്യത്ത്, ഉദ്ദേശ, ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് മറിയമിൽ അത് തുടക്കത്തിൽ തന്നെ ഈ സംഭവം സൂചിപ്പിക്കുന്നുണ്ട്. നോക്കൂ, നാം എല്ലാവരുടെയും തൃപ്തി സമ്പാദിച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണല്ലോ. തൃപ്തി സമ്പാദിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ മറ്റുള്ളവരുടെ തൃപ്തി കിട്ടുന്ന രൂപത്തിലാണോ വളരുന്നത്? അവരെ അങ്ങനെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുക. പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വളരെ വൈകാതെ തന്നെ
അതിലേക്ക് നമ്മൾ വരിക. ആവശ്യമായ ഇടപെടലുകൾ എന്താണ് വേണ്ടത് എന്ന് കൂടിയാലോചനകൾ നടത്തുക. ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കാലത്തിൻ്റെ തർക്കങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും തീർന്നിട്ട് നമ്മളിതൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി നന്നാക്കാമെന്ന് വിചാരിച്ചാൽ നടന്നോളണമെന്നില്ല. കാരണം ഇതൊരു കാലത്തിൻ്റെ പ്രത്യേകതയാണ്. കാലഘട്ടം വെല്ലുവിളികൾ നിറഞ്ഞതാണ്, സങ്കീർണതകൾ നിറഞ്ഞതാണ്, പ്രശ്നകലുഷിതമാണ്. സംഘർഷങ്ങളും അസമാധാനവും ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു ദിവസം അവസാനിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കേണ്ടതില്ല. ശാശ്വതമായ സമാധാനം, സംതൃപ്തി, പ്രശ്നങ്ങളില്ലാത്ത ലോകം എന്ന് പറയുന്നത് സ്വർഗ്ഗലോകമാണ്. അവിടേക്ക് നമ്മുടെ ഈ പ്രശ്ന സങ്കീർണതകൾക്കിടയിൽ നമ്മുടെ മക്കൾ അവിടേക്ക് എത്തിക്കാനുള്ള പരിശീലനം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളൊക്കെ കുറ്റക്കാരായിത്തീരും എന്ന് നമ്മൾ ഭയപ്പെടുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും മഹല്ലുകളിലും ഒക്കെ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നിലനിർത്താനും കൺകുളിർമ ആസ്വദിക്കാനുമുള്ള ഒരു തൗഫീക്ക് ഞങ്ങൾക്കൊക്കെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചകളിലായി 2 പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മുടെ മഹല്ലുകളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ മഹല്ലും തൊട്ടടുത്ത മഹല്ലുകളിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്ന് ഓട്ടുപാറയിലെ സലാംക്കയാണ്. നിരന്തരമായി നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ സഹകരിക്കുകയൊക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതുപോലെ തന്നെ പെരിയമ്പലത്തെ പുല്ലോളി ബാപ്പുവക്ക ഇവിടെ എപ്പോഴും നമ്മുടെ പള്ളിയിൽ അസർ നമസ്കാരത്തിനും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ നിറസാന്നിധ്യമായി ജീവിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. അള്ളാഹു ഇരുവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ വിയോഗം കാരണം പ്രയാസം, അള്ളാഹു എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ കുടുംബങ്ങളിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മഹലിലെ കുടുംബത്തിൽപ്പെട്ട ദമ്പതികൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു കുഞ്ഞ് ഗർഭസ്ഥാവസ്ഥയിലായിരിക്കെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദമ്പതികൾക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെയുള്ള മാനസികാവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നഷ്ടത്തിൻ്റെ പ്രതിഫലമായി അവർക്ക് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുഞ്ഞുങ്ങളെ നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടാനുള്ള മഹാ തൗഫീക്ക് അവർക്കും ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിച്ചവർക്കുമൊക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ അടുക്കൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ, രഹസ്യവും പരസ്യവുമായി വന്നുപോയ പോരായ്മകളെ നിന്റെ മഹത്തായ ഫضل കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ദീനിനെയും ഈ രാജ്യത്തെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഞങ്ങളുടെ മഹലിൽപ്പെട്ടവർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് താങ്ങും തണലുമായവർ, അള്ളാഹുവെ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരും ഞങ്ങൾക്ക് സേവനം ചെയ്യുന്നവരും വ്യത്യസ്ത വിഷയങ്ങളിൽ ആശ്വാസം പകരുന്നവരുമായ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്, രോഗാവസ്ഥയിലുള്ളവരുണ്ട്, അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായി സാമ്പത്തികവുമായി വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ നീ അവരുടെ സതുദ്ദേശങ്ങളെ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കൊക്കെ നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്നെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ സ്വർഗം സന്തോഷ വാർത്ത നൽകി അനുഗ്രഹിക്കുന്ന, വാർത്തകൾ കേൾക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു സംതൃപ്ത കുടുംബമായി ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ നീ വാർത്തെടുക്കണേ റഹ്മാനെ. നിന്റെ കാവലും നിന്റെ സംരക്ഷണവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും എപ്പോഴും നീ ഏർപ്പെടുത്തി ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സതുദ്ദേശത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ തരത്തിലുള്ള ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നരകത്തിന്റെ ഭയാനകതകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. اللهم اغفر لنا يا غافر المذنبين. اللهم ارحم لنا يا أرحم الراحمين. اللهم ارزق لنا يا خير الرازقين. اللهم رب الناس اذهب البأس اشفي أنت الشاف، لا شفاء إلا شفاؤك شفاء لا يغادر سقما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.